സൗദി പൌരന്റെ കൊലപാതക കേസിൽ കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീമിന് വൈകാതെ മോചനമുണ്ടാകും എന്നുള്ള വാർത്തയാണ് വരുന്നത്. നേരത്തെ വധശിക്ഷ ഒഴിവാക്കിയ കോടതി 20 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത്. നിലവിൽ 19 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന റഹീമിന് ഇതോടെ ഉടൻ പുറത്തിറങ്ങാനാകും. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഉറ്റുനോക്കുന്ന കാര്യമാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന തരത്തിൽ ഈ വാർത്ത പലപ്പോഴായിട്ട് വരുന്നു. അത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല. റഹീമിന്റെ മാതാവിന്റെ വിഷമവും ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ഇതിലൊരു സ്ഥിരീകരണമാവുകയാണോ മോചനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ? അപർണ, തീർച്ചയായും 12 തവണയാണ് ഈ കേസ് കോടതി പരിഗണിച്ചത്. പക്ഷേ ഓരോ തവണയും മാറ്റിവെക്കുമ്പോഴും ഒരു ആശങ്കയുടെ നിഴലിൽ തന്നെയായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. നാടൊന്നാകെ ഒരുമിച്ച് 34 കോടി രൂപ ഈ കുടുംബത്തിന്, ഈ മരിച്ച സൗദി ബാലിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകിയിരുന്നെങ്കിൽ പോലും പിന്നീട് നടപടിക്രമങ്ങൾ ഏതാണ്ട് എഴിഞ്ഞു നീങ്ങുകയായിരുന്നു. പക്ഷേ അതിലാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ജൂലൈ മാസത്തിൽ വധശിക്ഷ റദ്ദാക്കിയുള്ള ഉത്തരവിറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും വിചാരണ കോടതി പലവട്ടം കേസ് പരിഗണിക്കുകയും മാറ്റുകയും ചെയ്ത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ 20 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ 19 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് ഒരു പ്രതീക്ഷയുള്ളത്. നമുക്കൊപ്പം ഈ റഹീമിന്റെ സഹോദരൻ തന്നെയുണ്ട്. എന്തായാലും നമ്മളേറെ കുറച്ച് നാളുകളായി കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതെ, നമ്മളിപ്പം ക്യാഷ് കൊടുത്തിട്ട് ഒരു വർഷത്തോളമായാലും വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കേസ് മാറ്റിക്കുന്തോറും നമുക്കിങ്ങനെ ആദ്യമായിരുന്നു എന്താന്നുള്ളത്. ഇപ്പൊ നല്ലൊരു വാർത്ത വന്നു, 20 വർഷം തടവാന്ന്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. 20 വർഷം അവനെ അനുഭവിച്ചു കഴിഞ്ഞു. ഏകദേശം 19 വർഷം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു വർഷം ഇല്ല 6 മാസം അത്രയല്ലേ ഉള്ളൂ. വെയിറ്റ് ചെയ്യുക. ജീവനോട് നാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ, സന്തോഷത്തിലാണ്. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. മുമ്പ് എപ്പോഴും പറഞ്ഞവരും നിങ്ങളുടെ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ചാനലുകാരോടും പുറത്തേക്ക് വാർത്ത കൊടുത്തവരോടും. ഈ നമ്മളൊരു രൂപ ഇല്ലാതാണ് നമുക്ക് 34 കോടി അവർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ഇറങ്ങിയത്. ഇത് വിജയിക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പെട്ടെന്ന് 34 കോടി അതിന്റെ അപ്പുറം നമുക്ക് വന്നു. അത് നിങ്ങൾ ചാനലുകാരും വാർത്താ മാധ്യമങ്ങളും എല്ലാവരും പുറത്തേക്ക് ഈ വാർത്ത കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും അവനെ ജീവനോടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ്, സന്തോഷത്തിലാണ്. എല്ലാം നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഈ വർഷങ്ങളോളം ഒരു പ്രതീക്ഷയുടെ ഒരു തരിമ്പ് പോലും ഇല്ലായിരുന്നല്ലേ? കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്താൽ ആളെ എത്തിക്കാൻ പറ്റും, അദ്ദേഹത്തെ എത്തിക്കാൻ പറ്റുമോ എന്ന് പോലും, അതായത് ജീവനോടെ എത്തിക്കാൻ പറ്റുമോ എന്ന് പോലും ഒരു പ്രതീക്ഷ ചില ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല അല്ലെ? വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ. ഇത്ര ഈ 12 വർഷത്തോളം നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. 3 വട്ടമാണ് ഈ 12 വർഷത്തിനുള്ളിൽ അവനെ വധശിക്ഷ വിധിച്ചത്. കാരണം ഒരു കുടുംബം ഒരു നിലക്കും നമുക്ക് അങ്ങനെ അടുക്കാൻ സമ്മതിക്കാത്ത ഒരു രൂപത്തിലായിരുന്നു. നമ്മൾ കുടുംബം, ഞാനും ഉമ്മയൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചതാണ്. പക്ഷേ ആ ഫാമിലി അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അവന്റെ ചോര സൗദിയിൽ വീഴണം എന്നുള്ള അത്രയും വാശിയിലായിരുന്നു. ആ വാശി ഒഴിവാക്കിയിട്ടാണ് അവർ ഈ 34 കോടി, അതായത് സൗദിയിലെ 15 മില്യൺ റിയാൽ ആവശ്യപ്പെട്ടതും നമുക്ക് ഇവിടെ സമാഹരിച്ചു കൊടുക്കാൻ സാധിച്ചതും. അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് നമുക്ക് ആശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഈ മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മ, ഏതാണ്ട് 9 ലക്ഷത്തിലധികം ആളുകളാണ് സംഭാവന ചെയ്തത്. ഒരുപക്ഷെ ഇത്തരം വലിയ കൂട്ടായ്മ വഴിയാണ് ഈ പണം സമാഹരിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആ സൗദി കുടുംബത്തെ സ്വാധീനിച്ചിരിക്കില്ല. കാരണം ഒരു മനുഷ്യന് വേണ്ടി ഒറ്റക്കെട്ടായി ജനങ്ങൾ നിലയുറപ്പിക്കുമ്പോൾ അത് ആ മറുവശത്തുള്ള ആളുകളുടെ മനസ്സിലും ഒരു ചെറിയ അലിവൊക്കെ ഉണ്ടാക്കി കാണാം. എന്താണ് അവർ ചിലപ്പോൾ ഇത്രയും പൈസ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നായിരിക്കും അവർ ചിലപ്പോൾ 15 മില്യൺ, അതായത് 34 കോടി ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷേ സമൂഹം, മലയാളികളെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ഇതിനുണ്ടാക്കിയൊരു ആപ്പ് ഉണ്ടായിരുന്നു. ആപ്പ് നോക്കുമ്പോൾ ഇന്ത്യന്റെ പുറത്തുള്ള വിദേശ രാജ്യങ്ങൾ വരെ, അതിൽപ്പെട്ട ആളുകൾ വരെ ഇതിലേക്ക് പൈസ ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ മലയാളികൾ മാത്രമല്ല, വിദേശത്തുള്ള എല്ലാവരും, സമൂഹം ഒന്നായിട്ട് ഇവന്റെ ജീവനും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കാത്തത് നമ്മൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അതുണ്ടായത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതാണ്, പ്രതീക്ഷിക്കാതെ പലതും, അപ്രതീക്ഷിതമായ പലതും ഇക്കാര്യത്തിൽ സംഭവിച്ചു. ഒരുപക്ഷെ കൂടുതൽ പണം ചോദിച്ചാൽ ഈ സാധു കുടുംബത്തിന് ഇത് താങ്ങാൻ കഴിയില്ല എന്ന പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ ആ സൗദി കുടുംബം ഇത്രയധികം വലിയ പണം ചോദിച്ചത്. പക്ഷേ പിന്നീട് അത് ഒറ്റക്കെട്ടായി, മലയാളികൾ മാത്രമല്ല, നേരത്തെ ആ കുടുംബം പറഞ്ഞതുപോലെ മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ കാര്യത്തിനായി, ഒരു വലിയ കാര്യത്തിനായി ഒറ്റക്കെട്ടായി നിൽക്കുകയും അത് സാധ്യതമാവുകയും ചെയ്തു. ഇപ്പോൾ ഈ നിയമസഹായ വേദിയുടെ പ്രവർത്തകർ നമ്മോടൊപ്പമുണ്ട്. അവർ വളരെ ഏറെ നാളുകളായി തന്നെ ഇതിന് പിന്നിൽ നിൽക്കുകയാണ്. നിയമസഹായ വേദിക്കും അഭിമാനിക്കാം. കാരണം ഒരു പ്രതീക്ഷയുടെ തുരുത്തു പോലും ഇല്ലാത്ത ഇടത്തു നിന്നുമാണ് ഇത്രയും ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിയത് അല്ലേ? തീർച്ചയായും വളരെ സന്തോഷിക്കേണ്ട ദിനമാണെന്ന് ഞങ്ങളെ സംബന്ധിച്ചു. കാരണം 13ാമത്തെ ഒരു കേസാണ് ഇങ്ങനെ ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. അങ്ങനെ തീർച്ചയായിട്ടും റിലീസാക്കപ്പെടുമെന്നാണ് വിചാരിച്ചത്. എങ്കിലും ഏത് രാജ്യത്തിന്റെയും ഒരു ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് പാർട്ടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പൈസ കൊടുത്തതും മോചിപ്പിക്കാൻ നമ്മൾ പൈസ കൊണ്ടു കൊടുത്തു. 35 കോടിയാണ് കൊടുത്തത്. പിന്നെ ഇന്ന് പബ്ലിക് പാർട്ടാണ് കൈകാര്യം. അതിനുവേണ്ടി 13 പ്രാവശ്യം കേസ് നീട്ടിവെച്ച് വെക്കുകയും ചെയ്തു. അന്ന് പബ്ലിക് പാർട്ടിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു അവസ്ഥയിൽ
20 വർഷത്തേക്കുള്ള ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രയാസമൊന്നുമില്ല. കാരണം വെച്ചാൽ 20 വർഷം എന്ന് പറയുന്നത് നമ്മൾ അറബി മാസവും ഇംഗ്ലീഷ് മാസവും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 3/4 കൊല്ലമാണ്. അപ്പോൾ ഈ 3/4 കൊല്ലം കുറച്ച് കൂട്ടിയാൽ മതിയാവും. ഏകദേശം 19 വർഷമേ വിധി വന്നിട്ടുള്ളൂ, നമുക്ക് ശിക്ഷ ലഭിച്ചിട്ടുള്ളൂ. 19 ആയും ചെയ്തു. ഇതിന്റെ പ്രൊസീജിയർ ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രതീക്ഷിക്കണം. ഉമ്മ കരഞ്ഞവരൊക്കെ ഉണ്ടാവും. ഉമ്മന്റെ മനസ്സ് ഏത് ഉമ്മ ആണെങ്കിൽ ചിരിക്കുക ചെയ്യും. ഉമ്മ അത്രയും മനസ്സിൽ കെട്ടിവെച്ച ഒരു പ്രയാസം തീർക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കരയും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ചെയ്തിട്ടുണ്ട്. ഈ സൗദി കുടുംബം വലിയൊരു തുകയാണ് ചോദിച്ചത്. ഒരുപക്ഷെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് പണമെന്ന് കണ്ടായിരിക്കാം അവർ പറഞ്ഞത്. പക്ഷെ നമ്മളത് എത്തിപ്പിടിച്ചു അല്ലേ? നമുക്ക് വളരെ വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ മലയാളി സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വർക്കുമായി മുന്നോട്ട് പോയത്. പക്ഷെ നമ്മള് റംസാൻ മാസം വന്നത് നമുക്ക് വലിയ ഒരു അനുഗ്രഹമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ അന്ന് പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ വർക്കിലായിരുന്നു. ഈ ഞാൻ ഫറോക്കിൽ നിന്ന് കോഴിക്കോട് എത്തുന്നതിന് മുമ്പേ ഒരു 1.5 കോടിയിലധികം നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുന്നത് ഞാൻ നോക്കിയിട്ടായിരുന്നു. ആകെ 12 മിനിറ്റ് കൊണ്ട് നമുക്ക് 1.5 കോടിയിലധികം രൂപ 27ാം രാവിന്റെ ദിവസം 27ാം രാവിന്റെ അന്ന് ദിവസം കയറുന്നത് നമുക്ക് വളരെ പ്രതീക്ഷയോടെ നമ്മളത് കണ്ടത്. നേരത്തെ ഞങ്ങൾ കുറച്ച് സ്ലോ ആയിരുന്നു, പിന്നീട് വലിയ തോതിലേക്ക് അത് മാറി. അവസാനം ഞങ്ങൾ നിർത്താൻ പറഞ്ഞിട്ട് പോലും നമുക്ക് ഫണ്ട് വരുന്നത് ഞാൻ നോക്കുന്നുണ്ടെന്ന് ചില്ലറ പൈസയും നോട്ടുകളും ഒക്കെ ആയിട്ട് ഇവിടത്തേക്ക് ആളുകൾ അതൊക്കെ പലതും ഞങ്ങൾ മടക്കി അയച്ചതാണ്. കാരണം എന്നിരുന്നാൽ പോലും ചിലതൊക്കെ ഞങ്ങൾക്ക് വാങ്ങേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ അത് പ്രാർത്ഥനയോടുകൂടി തന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അത് വാങ്ങേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അത് മറ്റൊരു അക്കൗണ്ടിലാണ് നമ്മൾ സൂക്ഷിച്ചിരുന്നത്. ബാക്കി കൃത്യമായ കണക്കുകളും എല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ബാലൻസ് എമൗണ്ട് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അത് ബാങ്കിൽ FD ആയിട്ട് റഹീമിന്റെ വരവിന് ശേഷം അത് എന്ത് ചെയ്യണമെന്ന് ട്രസ്റ്റും ബന്ധപ്പെട്ട ആളുകളും കൂടിയിരുന്ന് ആലോചിച്ച് ഞങ്ങൾ ഇത്തരം പ്രവർത്തികൾക്ക് തന്നെ അത് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപർണ, ഇതാണ് വലിയൊരു ഒത്തൊരുമ പ്രകടമാക്കിയിരുന്നു. ആളുകൾ ഈ ചില്ലറ തുട്ടുകളും നോട്ടുകളും ഒക്കെയായി ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്ന ഒരു ദിനമായിരുന്നു. എന്തായാലും അത്തരത്തിൽ 34 കോടി രൂപ സമാഹരിച്ച് നൽകിയിട്ടും എന്തുകൊണ്ട് മാസങ്ങളോളം വീണ്ടും മോചനം നീളുന്നു എന്ന ചോദ്യം ഉയർന്നു. എന്തായാലും അതിനൊക്കെ ഒരു ഉത്തരമായിരിക്കുന്നു അധികം വൈകാതെ. അറബി വർഷങ്ങളുടെ ഒരു കണക്ക് കൂടി എടുത്താൽ ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ റഹീം തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി ഉമ്മയെ ഒരു നോക്ക് കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ആ ഉമ്മയുടെ കണ്ണുനീരിന് മറുപടിയാകുകയാണ് ഏതായാലും അബ്ദുൾ റഹീമിന്റെ മോചനം വളരെ പെട്ടെന്ന് സാധ്യമാകും എന്നുള്ള വിവരം